വരുന്ന വഴിക്കാണോ എടുത്തോ ഡബ്ല്യു കട്ടാണ് കേട്ടോ. രണ്ടാമത്തെ സെഷൻ മുറിക്കാൻ പോവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. കുറെ ദിവസമായിട്ട് എന്റെ മുടി പൊട്ടമുടി കുറെ നാളായിട്ട് നീളം വെക്കുന്നുണ്ട്, വണ്ണം വെക്കുന്നത്, മുടി കൊഴിച്ചിലും ആണ് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ സ്വന്തമായിട്ട് വെട്ടിയേക്കാന്ന്. സ്വന്തമായിട്ടല്ല, ഞാനല്ലേ വെട്ടുന്നത്. അതെ അതെ, എന്റെ സ്വന്തം ഭർത്താവാണ് വെട്ടുന്നത്. പണത്താവ് നിങ്ങൾ പറഞ്ഞു, പണത്താവിന്റെ വീഡിയോ കൊണ്ടിരുന്നില്ല, ഞാൻ വന്നിട്ടുണ്ട് മിസ്റ്റർ. ഓക്കെ, അപ്പൊ ഭർത്താവാണ് എന്റെ വീഡിയോ നശിപ്പിക്കാൻ പോകുന്നു മുടി മുഴുവൻ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ഉള്ള ലെങ്ത് എന്തോരം ഉണ്ടെന്നുള്ളത്. സാധാരണ തുമ്പൊക്കെ വെട്ടാറുണ്ട് ഇങ്ങനെ മുടി, അപ്പം അത് ഞാൻ ചുമ്മാ സ്വന്തമായിട്ട് ചെയ്യും. ഇന്നിപ്പോ പക്ഷെ എനിക്ക് പുറകോട്ട് ഇതാകാൻ പറ്റും, ഇങ്ങനെ മുന്നോട്ടിട്ടിട്ട് എന്തായാലും ഭർത്താവിനെ കൊണ്ട് വെട്ടിപ്പിക്കാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഞാൻ ഇപ്പൊ ഇത്ര ലെങ്ത് ഉണ്ട് എന്റെ മുടിക്ക്. ഫസ്റ്റ് വെട്ടുക, ഇവിടെ വരെ വെട്ടുക. അതിന് ശേഷം പിന്നെയും കുറച്ചും കൂടെ നോക്കുക എങ്ങനെ ഭംഗിയുണ്ടോന്ന്. അതിനുശേഷം പിന്നെയും വെട്ടുക കുറച്ചും കൂടെ. അപ്പൊ ഭംഗി ഇല്ലെങ്കിൽ എന്നെ എടുക്കും. അപ്പൊ വെട്ടിയത് പോയില്ലേ? അത് കുഴപ്പമൊന്നുമില്ല, പോണത് പോട്ടല്ലേ. പിന്നല്ലാണ്ട് നല്ല നല്ല ചീവി എടുക്കുന്ന അങ്ങനൊക്കെ വേണം. എനിക്കൊന്നും ശീലമില്ലാത്ത പരിപാടിയാണ്. നിങ്ങൾ ബാർബർ ആണോ? അല്ല, ഭർത്താവേ ബാർബർ അല്ല. എനിക്കിത് ചെയ്തൊന്നും ശീലമില്ല. ഞാൻ എന്റെ മുടി സ്വന്തമായിട്ടില്ലേ ഞാൻ വെട്ടുന്ന, അതല്ലേ എനിക്ക് പരിചയം. ഞാനാണ് ഇടയ്ക്ക് ഞാനും പരീക്ഷിക്കാറുണ്ട്. പരീക്ഷ ഒരു ദിവസം വീഡിയോ ഇട്ട് തരാം. ഇവിടെ ഇങ്ങനെ മുറികട്ടെ എന്തായാലും. എന്തായാലും മുറിക്കും. എന്തായാലും നീ പ്രാർത്ഥിച്ചു. വരുന്ന വഴിക്കാണോ പിടിക്കുന്നുണ്ട്. എടുത്തോ ഡബ്ല്യു കട്ടാണ് കേട്ടോ. ഡബ്ല്യു കട്ടോ? ഡബ്ല്യു കട്ട് നല്ല സ്ട്രൈറ്റ് ആയി. പട്ടി കടിച്ച പോലൊക്കെയാ ഇരിക്കുന്നത്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നോക്കട്ടെ എങ്ങനെ പോയാലും ഇവിടെ സ്റ്റൈലാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാണിച്ചു എത്ര മുറിച്ചത്. വാ, കൊള്ളാം. ഇച്ചിരി കൂടെ മുറിക്കുവോ? ഈ നോക്കാം ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. യെസ്. ഇച്ചിരി മുറിക്കണോ? വേണ്ട, മതി. വേണോ? ഇച്ചിരി മുറിച്ചാ വേണ്ടെന്ന്. പൊട്ട പൊടിയാണ്. മതിയടി, എല്ലാം കൂടെ മുറിച്ച് കളയണ്ട. വേണ്ട, ഒന്നും കൂടെ നല്ല പോലെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് അടിപൊളിയായിട്ട് ഇച്ചിരി ഇത് നോക്കിയത് അവസാനം ഇത് ഒന്നും ഇല്ലാതാവും. നല്ല രസമില്ലേ? ആ, മുറിച്ച് കളയാൻ നല്ല രസമുണ്ട്. നല്ല ലെവല, നല്ല കട്ടിയായില്ലേ ഇപ്പൊ? ആ, കട്ടിയെന്ന് തോന്നും. മറ്റേത് മുറിച്ച് കളഞ്ഞതുകൊണ്ട് വൃത്തിയാണല്ലേ. വീണ്ടും രണ്ടാമത്തെ സെഷൻ മുറിക്കാൻ പോവാ. യെസ്, താങ്ക് യു. യെസ്, അടിപൊളി മുടിയല്ലേ? ഇപ്പൊ നല്ലായില്ലേ? ഇവളോ പെരിയൊരു ആർട്ടിസ്റ്റാണ്, യാരുമേ சொல்லவே இல்லையே. അപ്പോൾ ഗൈസ്, എന്റെ മുടി വെട്ടിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഞാൻ കുറച്ച് എന്റേതായ ഫ്രണ്ടിലൂടെ വെച്ചിട്ട് വെട്ടിയിട്ട് തരും. അതൊക്കെ തന്നെ വെട്ടിയാൽ മതി. എന്നെ കൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതൊന്നും അറിയാത്ത പണിയാണ്. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് നീളത്തിന്റെ ഒക്കെ മുടിയൊക്കെ ആണെങ്കിൽ ചുമ്മാ കുഴപ്പമില്ല, എന്റെ സൗകര്യത്തിനൊക്കെ വെട്ടിക്കൊടുത്താൽ മതി എന്ന് പറയാം മാർക്ക്. ഇതെല്ലാം ഇവിടുന്ന് വാരി കളഞ്ഞാണോ? ഹലോ മാഡം,
ഹലോ ഹലോ ഇങ്ങോട്ട് വാ. ഇതെന്താണ് വീഡിയോ എന്താണ് ഇതിന്റെ? ഞാൻ വരുന്നിനി. ഇനിയും വരണ്ടോ? കട്ട് ചെയ്തേക്കട്ടെ? വേണ്ട. മുടിയും കുറച്ച് വെട്ടാറായിട്ടുണ്ടല്ലോ. കളയാണത്, ഓഫ് ചെയ്യണം. എനിക്ക് ഞാൻ വരുന്നു. വരുന്നു. ഓക്കെ, 5 മിനിറ്റ് അങ്ങാണ്ടായി ഇത്. ഇതുണ്ടോ, ഞാൻ എന്റേതായ ഒരു ശകലം വെട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് ശകലം ഉണ്ടോ, അതെ, കുട്ടിശകലം എനിക്ക് നേരെ വെട്ടി തന്നു. ഞാനൊരു ശകലം ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ ഒരു കട്ടും കൂടെ ചെയ്ത് ഫ്രണ്ടിലോട്ടൊക്കെ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഫ്രണ്ടിലോട്ടല്ല ഞാൻ വെട്ടിയിട്ടോ കേട്ടോ ഇങ്ങനെ. അപ്പം എന്തായാലും രസമുണ്ട് കേട്ടോ. മുമ്പ് നിങ്ങൾ പറയണം കേട്ടോ, മുമ്പത്തെ വീഡിയോ ഇതെന്ന് പറഞ്ഞ ഒരുമാതിരി ഒരു കോലം പോലൊക്കെ ഇരുന്നായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ പുതിയ ഹെയർ സ്റ്റൈല്. നിങ്ങൾക്ക് എന്താ പറയാ, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പൊ കുറച്ച് ഉള്ളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു. അതിന് മുന്നേ ഞാൻ കുറച്ച് തെറി പറഞ്ഞായിരുന്നു. ഒരു വലിയ കൂടിയ തെറിയാണ്, ഞാൻ പറയുന്നില്ല. ബൈ.